റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ക്യാപിറ്റൽ എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നോക്കാം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. കെ പി ഈക്വൽ ടു ഡി പി പ്ലസ് 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു ആർ വി പ്ലസ് എൻ പി ഇൻറ്റു 100. ആർ വി എന്ന് പറയുമ്പോൾ റെഡീമബിൾ വാല്യൂ, എൻ പി എന്ന് പറയുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ്, ഡി പി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഡിവിഡൻറ്റ് പ്രിഫറൻസ്. ഓക്കെ, എനിവേ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതാട്ടോ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഇഷ്യൂഡ് 1007% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് 10%, റിഡീമബിൾ ആഫ്റ്റർ 5 years അറ്റ് പാർ. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഈ പ്രിഫറൻസ് ഷെയർസ് 1000 പ്രിഫറൻസ് ഷെയർസ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. 7% ആണ്. ഒരു ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. റിഡീം ചെയ്യാനുള്ളതാണ് 5 year കഴിഞ്ഞിട്ട്. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സോ നമുക്കിത് എന്ത് മനസ്സിലാക്കാം? ഇതൊരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. കാരണം ഇവിടെ 5 year എന്നും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് എന്നുള്ളത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ട് എഴുതാം. ഡി പി പ്ലസ് 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു ആർ വി പ്ലസ് എൻ പി. ആർ വി എന്ന് പറയുമ്പോൾ റെഡീമബിൾ വാല്യൂ, നമ്മൾ എത്രയിലാണോ റെഡീം ചെയ്യുന്നത്. എൻ പി എന്ന് പറയുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ്. ഇവരിവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണ്, 100 രൂപയ്ക്കല്ല. 10% പ്രീമിയം എന്ന് പറയുമ്പോൾ 100 രൂപയുടെ 10% കാണാം. അപ്പോൾ 110 രൂപ. 110 രൂപയ്ക്കാണ് ഇവരിവിടെ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കുക കേട്ടോ. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതി, കാരണം ഇതൊരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ട് എഴുതി. ഡി പി പ്ലസ് 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു ആർ വി പ്ലസ് എൻ പി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡി പി കാണാം. ഈ ഡി പി നമുക്ക് ആദ്യം കാണാം. ഡി പി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് 7% ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഷെയർ ക്യാപിറ്റൽ കാണാം. 1000, അതായത് 1000 ഷെയർസ് ആണുള്ളത്. 100 രൂപയാണ് ഷെയറിന് വില. അപ്പോൾ 1000 ഇൻറ്റു 100 1 lakh. 1 lakhൻ്റെ 7% ആണ് എന്ത് പറഞ്ഞത്? ഡിവിഡൻറ്റ് പറഞ്ഞത്. 1 lakh ഇൻറ്റു 7 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 7000. 7000 കിട്ടി. അപ്പോൾ അതാണ് എന്ത് ഡി പി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ റിഡീമബിൾ ആർ വി ആണ്. ഇവിടെ നെക്സ്റ്റ് ആർ വി ഇല്ലേ? ആർ വി റിഡീമബിൾ അറ്റ് പാർ എന്ന് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ എത്രയിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്? 1,00,000 രൂപയ്ക്കാണ് റിഡീം ചെയ്യുന്നത്. കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പാറാന്ന്. പിന്നെ ഇത് നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് 1,00,000 അല്ലേ കിട്ടിയേ. സോ എന്താണ് 1,00,000 എന്ത് പറഞ്ഞത്? ആർ വി എന്ന് പറഞ്ഞത്, അതായത് റിഡീമബിൾ വാല്യൂ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എൻ പി. എൻ പി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ എൻ പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ? എങ്ങനെയാണ്? അതായത് ആദ്യം നോമിനൽ വാല്യൂ എടുക്കുക. നോമിനൽ വാല്യൂ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രീമിയം എമൗണ്ട് പ്ലസ് ചെയ്യുക. ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. എന്നിട്ടൊരു എമൗണ്ട് കിട്ടുന്നിടത്ത് കോസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കുക? മൈനസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ എൻ പി മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് 1 lakh ആണ് എന്ത് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഇത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 10% പ്രീമിയത്തിലാണ്. സോ 1 lakhൻ്റെ 10% കാണാം. 1 lakhൻ്റെ 10% എന്ന് പറയുമ്പോൾ 10,000 രൂപ. ഇനിയിപ്പോൾ ഈ 100ൻ്റെ 10% എടുത്താൽ എത്രയാണ്? 10 രൂപ വരും. 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 രൂപ. അപ്പോൾ 10 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാലും 10,000. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നത് വിചാരിക്കും. അതാണ് കേട്ടോ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1,00,000 രൂപ കിട്ടി. 1,00,000 രൂപയുടെ 10% കാണും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. അപ്പോൾ ആ 10,000 നമ്മൾ ഈ 1,00,000 പ്ലസ് ചെയ്യുക. അപ്പോൾ 1,10,000 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ പി കിട്ടി. n ഈക്വൽ ടു 5. അത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഡി പി എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടി? 7,000 ആണ്. അത് നമ്മൾ ഇങ്ങോട്ട് എഴുതി. പിന്നെ 1/5. 5 എന്ന് പറയുമ്പോൾ വർഷം. പിന്നെ ആർ വി എന്ന് പറയുമ്പോൾ 1 lakh. പിന്നെ എൻ പി എന്ന് പറയുമ്പോൾ 1,10,000. അതൊക്കെ നമുക്ക് കിട്ടി. ഇനി ബാക്കി 1/2 ഇത് ആർ വി വരുന്നത് 1 lakh, എൻ പി പറഞ്ഞ 1,10,000. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 2,000 വന്നത്. അതായത് ആദ്യം നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/5 എന്ന് പറയുമ്പോൾ 0.2 ആണ്. അപ്പോൾ 0.2 ഇത് കിട്ടി. ഇത് 0.2 കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നത് എത്രയായിരിക്കും? -10,000 ആയിരിക്കും. 0.2 ഇൻറ്റു -10,000 ഈക്വൽ ടു നമുക്ക് കിട്ടൽ 2,000 ആണ്. 0.2ഉം 10,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ -10,000 ആണ്. വെറും 10,000 അല്ല, -10,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -2,000 ആണ് കിട്ടുക. അതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ
നമുക്ക് ഈ ഭാഗം കിട്ടിയില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. 0.5 ഇൻറ്റു ഇത് എത്രയാണ് കിട്ടുന്നത്? 2,10,000 അപ്പോൾ 0.5ഉം അതുപോലെ തന്നെ 2,10,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടൽ എത്രയാണ്? 1,05,000 കിട്ടും. ഇത് നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ കൂട്ടി നോക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ വെച്ചിട്ടും കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇത്ര കിട്ടും 0.04 കിട്ടും ഇൻറ്റു 100 ഈക്വൽ ടു 4.76%. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ DP കാണുക, എന്നിട്ട് RV എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ റെഡീം ചെയ്യുന്നത് പാറിലാണ്. സോ 1,00,000 തന്നെയായിരിക്കും. പിന്നെ NP കാണുമ്പോൾ ഇത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഈ എമൗണ്ട്, അതായത് ഈ 1,00,000 ഒരു നോമിനൽ വാല്യൂവിനോട് ഈ 10%, 10%ൻ്റെ എമൗണ്ട് പ്ലസ് ചെയ്യുക. എന്നിട്ട് കോസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ, അപ്പോൾ നേരിട്ട് ആ എമൗണ്ട് തന്നെ എഴുതും. ഇനി അഥവാ കോസ്റ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കോസ്റ്റിൻ്റെ എമൗണ്ട് നിന്ന് മൈനസ് ചെയ്യണം. എന്നിട്ട് ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ 1/5, അതായത് ഈ പ്ലസ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റാണ് ചെയ്യുക. സോ 1/5 നമ്മൾ ചെയ്യുമ്പോൾ 0.2 കിട്ടും. 0.2 ഇൻറ്റു 1,00,000 നിന്ന് 1,10,000 പോയാൽ -10,000 അല്ലേ. അപ്പോൾ 0.2 ഇൻറ്റു -10,000 ഈക്വൽ ടു എത്രയാണ്? 2,000 വരിക. അപ്പോൾ 7,000 നിന്ന് ഇവിടെ പ്ലസ് വരുമ്പോൾ പ്ലസും മൈനസ് വന്നാൽ മൈനസ് അല്ലേ എഴുതുക, അതാണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ട് പിന്നെ 1/2 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 0.5 ആണ്. 0.5 ഇൻറ്റു 2,10,000 വരും. അപ്പോൾ 0.5ഉം 2,10,000 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,05,000 കിട്ടും. എന്നിട്ട് നമുക്ക് 7,000 നിന്ന് 2,000 പോയാൽ നമുക്ക് എത്ര വരും? ബാക്കി 5,000 വരും. പിന്നെ അത് എഴുതുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ചെയ്യുക. എന്നിട്ട് 100 കൊണ്ട് എടുക്കുക. അപ്പോൾ 4.76 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എനിവേ താങ്ക് യു.